ഇവിടെ സ്പെഷ്യൽ ഫുഡ് എന്താ? ഞാന് നാടൻ സാധാരണ കപ്പ മീൻകറി. കപ്പ മീൻകറി ആളാണ്. പക്ഷെ മക്കള് കപ്പ മീൻകറി അത്ര എൻകറേജ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ അല്ലേ? ചേട്ടൻ മാത്രമേ ഉള്ളല്ലേ? അവർക്കെല്ലാം ബോംബെയിലെ സാധനങ്ങളൊക്കെ ഇഷ്ടം. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറയട്ടെ, വീടിനകത്ത് ലിഫ്റ്റ് ഉള്ള എത്ര വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ കണ്ടു. അതിന് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല ലിഫ്റ്റ് വെച്ചത്. ഇനിയിപ്പോ വേറൊരു വീടൊന്നും പണിയാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ അന്തം. ജീവിതകാലം മുഴുവൻ കഴിച്ചു തീർക്കാനുള്ള വീടാണ്. അപ്പൊ പിന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോ പതുക്കെ മുട്ടുവേദന നടക്കാൻ വയ്യാതൊക്കെ വരുമ്പോ ഈ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാണ്ട് വന്നു. സത്യല്ലേ? അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്. ഇതാരായിരുന്നു ആ ഐഡിയ? ആണോ? ഇപ്പൊ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാ. അപ്പൊ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോ അമ്മാമ്മയൊക്കെ ആയി കഴിയുമ്പോ പതിയെ ലിഫ്റ്റിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആരുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ മോളെ മോനെ അമ്മേനെ ഒന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞു അതൊക്കെ മേളിലൊക്കെ പോണം. ചേച്ചി വല്ലാതെ ദീർഘവീക്ഷണം. അല്ലെ പിന്നെ എന്നെ പറ്റും, താഴത്തെ എനിക്ക് വേണ്ടിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റൂമിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ഇത് ചേച്ചിയുടെ റൂമാണോ? അത് പക്ഷേ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇറങ്ങേണ്ട ഒരു ബഹളമാണ്. എങ്കിൽ ഞങ്ങൾ അവസാനത്തെ ക്യാമറ കാണിച്ചു. ഇവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ ചേച്ചി? തിയേറ്റർ. ഹോം തിയേറ്റർ ഉണ്ട് ഇവിടെ. നമുക്ക് ഹോം തിയേറ്ററിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ലേ? അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയല്ലേ. ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ തിയേറ്റർ? അതെ, ഇത് ഹസ്ബൻഡ് ഐഡിയ ആണ്. ഇഷ്ടംപോലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ആഗ്രഹിക്കണ്ടേ അല്ലേ? അതെ അതെ, മക്കൾക്കും പുള്ളിക്കാരനുമായിരുന്നു ഇതിന്റെ ആവശ്യം. എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല. തിയേറ്റർ ക്രേസ് സിനിമ ടിവിയിലൊക്കെ ഇരുന്ന് കണ്ടാൽ ഞാൻ ഹാപ്പിയാണ്. ഈ പ്രൊഡ്യൂസർ ആണ് ഇങ്ങനെ പറയുന്നേ. പ്രൊഡ്യൂസർ ഇതൊക്കെ സിനിമ ഒക്കെ തിയേറ്ററിൽ തന്നെ കാണണ്ടേ? അല്ല, ഇതിനകത്ത് ചേച്ചി ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? രണ്ടെണ്ണേ കണ്ടുള്ളൂ ഞാൻ. ഒന്ന് ഇന്നത്തെ കേസോട് ആദ്യം കണ്ടത്, പിന്നെ പാപ്പൻ ഈയിടെ കണ്ടു. അതെ, കണ്ടിട്ട് എങ്ങനെ തോന്നി? ഗംഭീരമായിട്ട് തിയേറ്റർ രസമാണ്. നമ്മളൊരു പ്രോപ്പർ PVR-ലേക്ക് ഇരുന്ന് കാണുന്ന അതേ ഫീല്. ഡോൾബി 4K ആണ്. അപ്പം എല്ലാം അതേ ഫീലൊക്കെ കിട്ടിയില്ലേ? ഇവിടെ വന്നിരുന്ന സിനിമ കാണുന്ന ഒറ്റൊരു സെലിബ്രിറ്റി ഉണ്ടോ? ലിസ്റ്റിൻ ചേട്ടൻ ഇവിടുത്തെ ഒരു സ്ഥിരം ആളാണ് എന്നുള്ളത്. അതെ, പുള്ളി എല്ലാ ദിവസവും വരും. സിനിമ കാണാനൊന്നും അല്ല, അല്ല എല്ലാ ദിവസവും ചുമ്മാ വരും റിലാക്സ് ചെയ്യാൻ. അതെ, ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ എബ്രഹാം ചേട്ടൻ ആദ്യം പറഞ്ഞു, അതായത് ഇവിടെ എല്ലാ ദിവസവും ഉള്ള ഞങ്ങളുടെ ഒരു ബ്രദർലി അഫെക്ഷൻ ഉള്ള ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന്. അതെങ്ങനെയാ ചേച്ചി നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ കണക്ഷൻ വന്നത്? അത് കൊറോണ ടൈമിലാണ് ആക്ച്വലി ലിസ്റ്റിനുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആവുന്നത്. അച്ഛനാണ് എന്റെ ഹസ്ബൻഡാണ് പുള്ളിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളിയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ അത് എന്താ പറയാ, ആൽവിൻ ആന്റണി ചേട്ടനുണ്ടല്ലോ, ആൽവിൻ ആന്റണി ചേട്ടൻ, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗാങ് ഇങ്ങനെ ചുമ്മാ നേരം പോക്കിന് ഇരിക്കുമായിരുന്നു. കൊറോണയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ.